കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന ഈ ധർണയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതിയുടെ ജില്ലാ ചെയർമാൻ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ശ്രീ NS വർഗീസ്, ഈ ധാർമ്മിക സമരത്തിൽ പങ്കെടുക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറിമാർ സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയൽ, ഷാജി ഗോപൻ, പ്രിയപ്പെട്ട രാജേന്ദ്രൻ, ശശികുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, തൃശൂർ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാജൻ പല്ലൻ, മുൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ KV ദാസൻ, പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ബാബുരാജ്, വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട K അജിത് കുമാർ, പ്രിയപ്പെട്ട പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ശ്രീ കൊടിയൻ, പ്രിയപ്പെട്ട ശ്രീ അഷ്റഫ്, പ്രിയപ്പെട്ട സതീഷ് വിമലൻ, പണയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട PK മുരളീധരൻ, പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി, കോർപ്പറേഷന്റെ കൌൺസിലർമാർ, ഈ സമരത്തിന് സ്വാഗതം ആശംസിച്ച ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ കൌൺസിലർ, പഞ്ചായത്ത് രാജ് സമിതിയുടെ കൺവീനർ പ്രിയപ്പെട്ട വത്സൻ ചമ്പക്കര, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, നല്ലവരായ കോൺഗ്രസ് നേതാക്കളെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ 14 ജില്ലകളിലും കളക്ടറേറ്റുകളുടെ മുന്നിൽ ഇതുപോലെയുള്ള വലിയ പ്രതിഷേധങ്ങൾ നടക്കുക. 1200 വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടും മറ്റ് ഫണ്ടുകളൊന്നും കൊടുക്കാതെ അടുത്ത പ്രതിസന്ധിയിലേക്ക് കേരളത്തിലെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ മാറ്റിയെടുത്ത ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാരിനുള്ള അതിശക്തമായ സമരമാണ് ഇന്ന് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ജനപ്രതിനിധികൾ ഇതുപോലെയുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. 7460 കോടി രൂപ കഴിഞ്ഞ വർഷം പ്രാദേശിക ഭരണാധികാരികളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 50%, 7460 കോടി രൂപയിൽ 50% ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. അനുവദിച്ച ഫണ്ടിൽ 416 കോടി രൂപ ഒഴികെ ബാക്കിയുള്ള സംഖ്യ മുഴുവൻ ക്യൂ ലിസ്റ്റിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. ട്രഷറിയിൽ പോയി ക്യൂ നിൽക്കേണ്ട ഗതികേട്, ഒരു വർഷത്തേക്ക് കൊടുക്കുന്ന ഫണ്ടിൽ 50% ലഭിക്കുക, പിന്നീട് കൊടുത്ത ഫണ്ട് തന്നെ നാമമാത്രമാക്കി മാറ്റിയെടുക്കുക, മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കത് നിഷേധിക്കാൻ കഴിയുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മഹാഭൂരിപക്ഷം ഭരിക്കുന്നത് രാഷ്ട്രീയമാറ്റിലാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. എന്നിട്ട് പോലും തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, ആ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് പോലും കൊടുക്കാതെ ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ മാറ്റിയെടുക്കാൻ തീരുമാനിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും നല്ലത് പറയാൻ കഴിയുമോ? നമുക്കറിയാം, സാധാരണക്കാരെ ബാധിക്കുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ, വെള്ളത്തിന്റെ, വെളിച്ചത്തിന്റെ, വഴിയുടെ കാര്യങ്ങളിൽ ഗ്രാമപഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും പ്രാദേശിക സംവിധാനങ്ങൾ മുഴുവൻ ഈ ഫണ്ടിനെ ഉപയോഗിച്ചാണ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. ആ നേതൃത്വം കൊടുക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ആറുമാറാകുകയും 1% പോലും വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ സർക്കാർ നേതൃത്വം കൊടുക്കുന്നവർക്ക് ബാധ്യതയില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് കേരളത്തെ കൊള്ളയടിക്കാൻ തീരുമാനമെടുക്കുക എന്നതിനപ്പുറത്ത് ഏത് ഇടപാട് പരിശോധിച്ചാലും കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തി മുന്നോട്ട് പോകുന്നവരായി ഭരണാധികാരികൾ മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഉൾപ്പെടുന്ന അധ്യാപക സംഘം കേരളം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള
കോടാനും കോടി രൂപയുടെ അഴിമതി കാഴ്ച നമ്മൾ കാണുകയാണ്. 1,72,00,000 രൂപ വീണ വിജയന് പ്രതിമാസം അലവൻസ് കൊടുക്കാൻ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കടലാസ് കമ്പനിയുടെ പേര് പറഞ്ഞ് 1,72,00,000 രൂപ പ്രതിമാസം അലവൻസ് പറ്റിയ വീണ വിജയൻ ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ മുഖ്യമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രി മകൾ ഉൾപ്പെടെ, മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളിൽ അഴിമതികൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ 1% പോലും നീതി പുലർത്താത്ത സർക്കാരായി സർക്കാർ മാറുന്നത് എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. എന്തിനാണ് ഈ സർക്കാർ കേരളം ഭരിക്കുന്നത്? എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് സമ്പത്ത് വാരിക്കൂട്ടുക എന്നതിനപ്പുറത്ത് മറ്റൊരു ചിന്തയുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോ പ്രാദേശിക വികസന കാര്യങ്ങൾ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാ ഫണ്ടുകളും ഇല്ലാതാകുമ്പോ വികസന കാര്യങ്ങളിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറുന്ന ഒരു ഗതികേടിലേക്ക് ഈ കേരളത്തെ തള്ളിയിടുന്ന ഈ സർക്കാരിന്റെ ഭരണം, ഈ ഭരണം അവസാനിപ്പിക്കാനുള്ള ഒരു അന്തിമ പോരാട്ടത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നവകേരള സദസ്സിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ യാത്ര നടത്തിയ മുഖ്യമന്ത്രി എന്തിനാണ് യാത്ര ചെയ്തത് എന്ന് ചോദിച്ചാൽ, ആർക്കാണ് യാത്ര കൊണ്ട് ഗുണമെന്ന് ചോദിച്ചാൽ, ഈ യാത്ര കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം സംഘടിപ്പിച്ചു എന്നതിനപ്പുറത്ത് കേരളത്തിലെ 4 ലക്ഷം പരാതിക്കാർ പരാതി കൊടുത്തുവെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ പരാതി, ആ പരാതി 4 ലക്ഷം പരാതിയിൽ ഒരു 4 പരാതി പരിഹരിക്കാൻ തയ്യാറാകാത്ത യാത്രയായി നവകേരള സദസ്സിന്റെ ഭാഗമായി യാത്ര മാറിയെന്ന് നമ്മൾ കണ്ടതാണ്. 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും അത്യാഡംബര വാഹനത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ സഞ്ചരിച്ചപ്പോ ആ ജാഥയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചവരെ, ആ ജാഥയ്ക്കെതിരെ പ്രതികരിച്ചവരെ, ഈ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ, മുഖ്യമന്ത്രി പോയ വഴിയിൽ പോലും ഒരു കരിങ്കൊടി ഉയർത്താൻ തയ്യാറായവരെ പോലും മാരകമായി മർദ്ദിച്ചത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. എന്തിനാണ് ഇത്രയും വലിയ മർദ്ദനമുറകൾ മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത്? മുഖ്യമന്ത്രിക്കെതിരെ മുച്ചിചുട്ടി മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, മുഖ്യമന്ത്രിക്കെതിരെ പ്രകടനം നടത്താൻ പാടില്ല, ഈ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ പാടില്ല. പ്രതിഷേധങ്ങളെയും പ്രകടനങ്ങളെയും ഭയക്കുന്ന മുഖ്യമന്ത്രി, ആ ഭയക്കുന്ന മുഖ്യമന്ത്രി നവകേരള സദസ്സിന്റെ ഭാഗമായി പ്രതികരിച്ച യൂത്ത് കോൺഗ്രസുകാരെ എത്രയോ ആളുകളെയാണ് മാരകമായി തല്ലിച്ചതച്ചത്. ചെടിച്ചട്ടി ഉപയോഗിച്ച്, ഹെൽമറ്റ് ഉപയോഗിച്ച് നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസുകാരുടെ തല തല്ലിപ്പൊളിച്ചവർ, പാവപ്പെട്ട പെൺകുട്ടികളെ പോലും മുടി പിടിച്ചു വലിച്ച് മൂട്ടിട്ട് പോലീസുകാരൻ മുടി ചവിട്ടുന്നത്, കഴിഞ്ഞ ദിവസം ബിലീവേഴ്സ് ആശുപത്രിയിൽ കിടക്കുന്ന സ്പൈനൽ കോഡ് തകർന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം നമ്മൾ കണ്ടില്ലേ? എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ, കേരളത്തിലെ മുഖ്യമന്ത്രി നിലപാടുകൾക്കെതിരെ പ്രതികരിച്ചാൽ, അതിശക്തമായ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ തീരുമാനിച്ചാൽ, ഈ സർക്കാരിനെതിരെയുള്ള സന്ധിയില്ലാത്ത സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആര് തീരുമാനിച്ചാലും അവർക്കെതിരെയുള്ള വലിയ മർദ്ദനമുറകളുടെ അവസ്ഥയിലേക്ക് ഈ നാട് മാറുമ്പോ ഈ ഭരണം അവസാനിപ്പിക്കാനുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും. എന്നെ പറഞ്ഞാൽ നിരവധി കാര്യങ്ങൾ ഈ സർക്കാരിനെ കുറിച്ച് പറയാനുണ്ട്. ഒട്ടനവധി വിഷയങ്ങളിൽ ഈ സർക്കാർ പരാജയമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ, ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാതെ ഈ നാടിന് ബാധ്യതയായി മാറിയ, വർത്തമാനകാല കേരളത്തിന്റെ പ്രധാനമായി മാറിയ സഖാവ് പിണറായി വിജയൻ രാജിവെക്കുന്നതുവരെയുള്ള നിരന്തരമായ സമരങ്ങൾക്ക് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുഴുവൻ 1200ഓളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള കടുത്ത പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കാൻ ഫണ്ട് അനുവദിച്ച ഫണ്ട് കൊടുക്കാൻ, കൊടുത്ത ഫണ്ട് ക്യൂ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ സംബന്ധിച്ച്, ഈ സർക്കാരിനെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഭരണം സർക്കാർ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒട്ടനവധി ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു.
ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ പി എ മൊയ്ലപ്പനെ പോലെയുള്ള നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിൽ അവർക്കൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോടെ ചൂണ്ടിക്കാണിക്കും. നിരവധി നേതാക്കന്മാർ ജനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വലിയ ധർണയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ധർണയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതിയുടെ നേതാക്കന്മാരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധാർമ്മിക സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയമുള്ളവരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ടുകൾ ഇല്ലാതാക്കി കടുത്ത പ്രതിസന്ധിയിലേക്ക് പ്രാദേശിക ഭരണ സംവിധാനത്തെ മാറ്റിയെടുത്ത ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കാനുള്ള അന്തിമ സമരത്തിന് നമുക്ക് കൈകോർക്കാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെ മുഴുവൻ ആളുകളെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ലീല രാമകൃഷ്ണൻ ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹോദരിമാർ നിരവധി ആളുകൾ കോർപ്പറേഷന്റെ കൗൺസിലർ ഉൾപ്പെടെ നിരവധി പേരോട് പങ്കെടുക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധാർമ്മിക സമരം, ഈ കൂട്ടധർണ ഔപചാരികമായി ഉദ്ഘാടനമായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.